ഹലോ കൂട്ടുകാരെ, 100-ൽ 99% ആൾക്കാർക്കും ചക്കക്കുരു ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. എന്നാൽ ഒരു 80% ആൾക്കാർ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വളരെ ഭീകരമായിരിക്കല്ലേ. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ കാര്യം എന്താണെന്ന് പിടികിട്ടിയിട്ടുള്ളവർ ഒരു യെല്ലോ ഹെഡിൽ കമൻറ്റ് ചെയ്തോളി. അതായത് നമ്മുടെ വീട്ടിലൊരു 3 ആളുണ്ടെങ്കിൽ അതിലൊരാൾ മാത്രമേ ചക്കക്കുരു കഴിച്ചിരുന്നുണ്ടെങ്കിൽ ബാക്കി 2 ആളുടെ ചെവിടിൻ്റെ ഗതിയും അതോ ഗതിയായിരിക്കല്ലേ ചില വീടുകളിൽ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ചക്കക്കുരുവിൻ്റെ ഐറ്റം കഴിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല കേട്ടോ. ധൈര്യമായിട്ട് കഴിച്ചോളി. അപ്പോൾ ഇനി ഗൈസ്, നമ്മളിപ്പോൾ ഒരു ബിരിയാണി ചെമ്പിൻ്റെ മുന്നിലാണ് ഉള്ളതെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് അങ്ങ് വിചാരിച്ചല്ലോ ബിരിയാണിയിലേക്ക് തന്നെ നിങ്ങളുടെ മനസ്സ് പോട്ടെ. വേറെ ഒന്നുമല്ല കേട്ടോ, നേരത്തെ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എക്സ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പക്കാവടയാണ്, അതായത് ചക്കക്കുരു പക്കാവട. അതിനായിട്ട് നമ്മൾ ചക്കക്കുരൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് ഉപ്പ് ഇട്ട് ഒരു 3 വിസിലടിക്കുന്നവരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 വിസിലടിക്കുമ്പോൾ തന്നെ ചക്കക്കുരു ഈ ഒരു പരുവത്തിൽ വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓരോ സാധനങ്ങളും നമുക്ക് ചേർക്കാം. ഇതിപ്പോൾ ഒരു 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതാണ്. പിന്നെ നമ്മളൊരു 3 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് കറിവേപ്പില കുനുകുന അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിതാ സവാള, ഒരു വലിയ സവാള കുനുകുന അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനിയും നമുക്ക് ചേർക്കാനുണ്ട്, അപ്പോൾ ഇതാദ്യം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പൊടികൾ ചേർക്കാം. ഫസ്റ്റിൽ തന്നെ കുറച്ച് കടലമാവാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, 1 കപ്പ്. ഒരു വലിയ സ്പൂണ് അരിപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഒരു ചെറിയ സ്പൂണ് കോൺഫ്ലോർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്പൈസി ആയിരിക്കാൻ വേണ്ടി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടുക കേട്ടോ. പിന്നെ അതാ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗരം മസാലയാണ് കുറച്ച് ചേർക്കുന്നത്. ഇതൊക്കെ ഒരു ചെറിയ ഇതിൽ മതി. പിന്നെ നമ്മൾ ചക്കക്കുരുവിൽ അത്യാവശ്യം ഉപ്പിട്ടത് കൊണ്ട് തന്നെ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിടുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതാദ്യം തന്നെ ഒന്ന് കുഴച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് വെള്ളം കേട്ടോ, വെള്ളം ഒഴിക്കുമ്പോൾ നോക്കി ഒഴിക്കുക. നമുക്കധികം ലൂസ് ആവേണ്ട കാര്യമില്ല. നമ്മൾക്കിതാ ഞാൻ ആ ഒരു കൺസിസ്റ്റൻസി കാണിക്കാം. ഇത് നമ്മൾ കൈ വെച്ച് നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് കുഴച്ച് ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്കും നമ്മുടെ മാവ് നല്ല സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നേരെ എണ്ണയിലിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതുപോലത്തെ ചെറിയ ഉണ്ടകളായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റ് ഷേപ്സിലൊക്കെ ഇത് നമുക്ക് ഉണ്ടാക്കിയിടാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഏത് ഷേപ്പ് വേണമെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പം ഉണ്ടയാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി അതൊന്ന് ഏകദേശം നമ്മൾ വെന്തെന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ അടിവശം കൂടെ മറിച്ചിട്ട് തിരിച്ചും മറിച്ചും നമ്മൾ വേവിച്ചെടുത്ത് നല്ലൊരു കളറിലേക്ക് വരുമ്പോൾ നമുക്കിത് വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പൈസി ആൻഡ് ക്രിസ്പി പക്കാവട ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്കും നമുക്കിത് കോരി മാറ്റി വെക്കാം. അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി കഴിക്കണം. കാരണം ചക്കക്കുരൊക്കെ വരുമ്പോൾ തന്നെ അതിന് എത്ര ടേസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ പറയുന്ന പോലെ തന്നെ വളരെയധികം ടേസ്റ്റാണ്. തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് കാണിക്കാം. കണ്ടില്ലേ, നല്ല കഴിക്കാൻ വേണ്ടി തോന്നുന്നുണ്ട്. ഒരു കട്ടൻ ചായയും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പൊളിയായിരിക്കും. അത് മാത്രമല്ല നമുക്കിത് സോസിൻ്റെ കൂടെ ആയാലും കഴിക്കാം. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, അതിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഇത്തരം റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, ഫാമിലീസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്കൊക്കെ ഷെയർ ചെയ്ത് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.